ഈശ്വര അല്ലാ തേരേ നാം എന്ന് പറഞ്ഞു പഠിച്ച സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും മതം മുലപ്പാലിനൊപ്പം നുണയുന്ന മനുഷ്യർക്കിടയിലാണ് ഒരൊറ്റ രാത്രി കൊണ്ട് അപരമത വിദ്വേഷത്തിന്റെ വിഷവിത്തുക്കൾ മത തീവ്രവാദികൾ പാകിയത്. നിരായുധർക്കും നിരപരാധികൾക്കും നേരെ നിറയൊഴിക്കാൻ ഏതു മതം ആരെയാണ് പഠിപ്പിച്ചത്? കൺമുന്നിൽ പിടഞ്ഞു വീഴുന്ന മനുഷ്യന്റെ ചോരയ്ക്കും നിലവിളിക്കും ഞെരുക്കത്തിനും മുകളിൽ ഏത് സ്വർഗത്തെയാണ് തലമുറകളെ മതമൂട്ടി വളർത്തുന്നവർ പ്രതീക്ഷിക്കുന്നത്? വിവാഹത്തിനണിഞ്ഞ മൈലാഞ്ചിയുമായി മുൻപേ പ്രിയപ്പെട്ടവനെ നഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ നിലവിളി മനുഷ്യനായി പിറന്നവന് ഒരു കാലത്തും മറക്കാനാകില്ല. ജീവിതത്തിന്റെ ഏറ്റവും നിറമുള്ള ഓർമ്മകൾ തേടി താഴ്വരയിലേക്ക് എത്തിയ മനുഷ്യരുടെ പ്രതീക്ഷകൾ ചുടുചോറയുടെ ചൂരിൽ മുക്കിയ ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഈ രാജ്യം ഒരിക്കലും മാപ്പും നൽകില്ല. മുൻപൊരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മനുഷ്യന്റെ നേരെ നീണ്ട തോക്കിൻ കുഴൽ സ്വന്തം മാറിലേക്ക് ചേർത്ത് വെച്ചവന്റെ മതവും അവന് നേരെ നിറയൊഴിച്ചവന്റെ മതവും എങ്ങനെയാണ് ഒന്നാകുക? തീവ്രവാദികൾ പലതവണ എത്തിയ ആക്രമണത്തിന് അനുകൂലമായ സാഹചര്യം ഒരുക്കിയത് ഈ രാജ്യത്തെ ഒരു സംവിധാനങ്ങളും അറിയാതെ പോയത് ആരുടെ പരാജയമാണ്? തിരിച്ചടിക്കുമെന്നും മാപ്പില്ലെന്നും പൊറുക്കില്ല എന്നുമൊക്കെ പറയുന്നതിനും കാത്തിരുന്ന സുവർണാവസരത്തിൽ കപടദേശീയതയും അപരവിദ്വേഷവും ആളിക്കത്തിക്കുന്നതിനുമൊക്കെ അപ്പുറം അസ്ഥിരതയുടെയും അസ്വസ്ഥതയുടെയും താഴ്വരയിൽ ഒരു സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നതിന്റെ ഉത്തരം കൂടി ഈ നാടിനറിയണം. പാകിസ്ഥാന്റെ മണ്ണിലിരുന്ന ഒരാൾ കശ്മീരിന്റെ പേരിൽ മുസ്ലിം വികാരം ആളിക്കത്തിക്കാൻ ശ്രമിച്ചിട്ടും അതിനെ എങ്ങനെ ഈ രാജ്യം പ്രതിരോധിച്ചു എന്നതിന്റെ മറുപടി കൂടി വേണം. ഇസ്ലാമിക തീവ്രവാദത്തെയാണ് ഇവിടെ എതിർക്കേണ്ടത്. തീവ്രവാദത്തെ എതിർക്കുകയെന്നാൽ അതിന്റെ കുന്തമുന ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് നേരെ തിരിച്ചുവെക്കുക എന്നതല്ല അർത്ഥം. സംഘപരിവാറിന്റെ ഇസ്ലാമോഫോബിക് നറേറ്റീവുകളിൽ വീണുപോകാതെ ഇസ്ലാമിസ്റ്റുകളുടെ രാജ്യവിരുദ്ധ അജണ്ടകളെ പ്രതിരോധിക്കുകയാണ് ജനാധിപത്യവാദികൾ ചെയ്യേണ്ടത്. തീവ്രവാദത്തിന്റെ ഇരുട്ടു വിഴുങ്ങിയ താഴ്വരയിൽ മനുഷ്യ സ്നേഹത്തിന്റെ മെഴുതിരിവട്ടം തെളിച്ച ഇനിയൊരു ഒഴിവുകാലത്തെയും കാത്തിരിക്കുന്ന മനുഷ്യർ ചോദിക്കുന്നു, ഈ യുദ്ധം ആരോടാണ്, ആരൊക്കെ തമ്മിലാണ്?